ഹലോ ഗേസ്, BNB ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഫാമിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു വഴുതനങ്ങ ഫാമിലാണ് മെയിനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ കൂടാതെ കുറച്ച് വേറെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ഇവിടെ ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ ഫാമിലോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വഴുതനങ്ങയാണ് ഇവിടെ മെയിനായിട്ടുള്ള കൃഷി. നമുക്ക് വഴുതനങ്ങ ഒന്ന് കണ്ടു നോക്കാം. വഴുതനങ്ങയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഒമാനിലെ വഴുതനങ്ങയാണ്. അത്യാവശ്യം നല്ല വഴുതനങ്ങയൊക്കെ ഇവിടെ പിടിച്ച് കിടപ്പുണ്ട്. നോക്കി, ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലുതാകുന്നതനുസരിച്ച് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലോട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഫാമിൽ വന്ന സമയത്ത് ഇവിടെ വേറൊരു സാധനമുണ്ട്, ഉള്ളി, ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചെറിയ ഉള്ളി. ഇത് ഇവിടുത്തെ കൃഷിയാണ്. ഇതുണ്ടോ ചെറിയ ഉള്ളി കൃഷിയാണ്. ഇതുണ്ടോ ചെറിയ ഉള്ളി, ഇവിടുത്തെ ചെറിയ ഉള്ളി കൃഷിയാട്ടോ. അടിപൊളിയായിട്ടുണ്ടേ ചെറിയ ഉള്ളി കൃഷി. ഇത് മൊത്തം കംപ്ലീറ്റ് ഇതിങ്ങനെ നേരെ കിടക്കുന്ന കംപ്ലീറ്റ് ചെറിയ ഉള്ളി കൃഷിയാട്ടോ. സൈഡിലായിട്ട് മാതളം നിപ്പുണ്ട്. ഇവിടെ സൈഡിലായിട്ട് മാതളത്തിൻ്റെ ഒരു വലിയ മരം നിപ്പുണ്ട് ഇവിടെ സൈഡിലായിട്ട്. ചെറിയ ഉള്ളി കൃഷി. അതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി ഒരു സാധനം ഉണ്ട് കേട്ടോ. അതെ, ഓമയുടെ മണ്ടയില്ലാതെ ഓമയ്ക്കാൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓമയുടെ മണ്ടയില്ലാതെ ഓമയ്ക്കാൻ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ, ഓമയുടെ മണ്ട എങ്ങനെയോ കേടായി പോയതാണ്. പക്ഷേ ഓമയ്ക്കുണ്ട്, ഇത് പഴുക്കാറായ ഓമയ്ക്കുണ്ട് കേട്ടോ. ദേ ഇവിടെ ഉണ്ട്. ഇത് നോക്ക്, ഇവിടെ ഉണ്ട് ഓമയ്ക്ക. ഇത് കണ്ടോ, ഓമയുടെ മണ്ടയില്ല പക്ഷേ ഓമയ്ക്കുണ്ട്. ഇതേ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇത് നോക്കിയാൽ പഴുക്കാറായ ഓമയ്ക്കുണ്ട്. ഇത് നോക്കി, ഇത് കണ്ടോ, പഴുക്കാറായ ഓമയ്ക്കാണ്. അടിപൊളി ഓമയ്ക്കാണ്. കട്ട് ചെയ്തോ. അപ്പോൾ ഇവിടെ കൊച്ചുള്ളി കൂടാതെ പച്ചമുളക് ഉണ്ട് കേട്ടോ. പച്ചമുളക് കാണിച്ചു തരാവേ. ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ പച്ചമുളക് ഇല്ലേ, പച്ചമുളക്. ഇത് കണ്ടോ, പച്ചമുളകാണ് നമ്മുടെ നാട്ടിലെ പച്ചമുളക് കേട്ടോ. പച്ചമുളകാണ് ഇവിടെ. പച്ചമുളകുണ്ട്, ഇഷ്ടംപോലെ പച്ചമുളകുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ ദീപു. താഴെയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് പച്ചമുളക്. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ പച്ചമുളക്. ഇത് മൊത്തം കംപ്ലീറ്റ് പച്ചമുളക് കൃഷി ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഫുള്ള് പച്ചമുളക് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അടിപൊളി. ഇത് മൊത്തം കൊച്ചുള്ളിയാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് കൊച്ചുള്ളി കൃഷി ചെയ്യുന്ന സ്ഥലം. ഇത് കംപ്ലീറ്റ് കൊച്ചുള്ളി കൃഷി ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ്. ഈ കാണുന്നത് കംപ്ലീറ്റ് കൊച്ചുള്ളിയാണ്. ഈ കാണുന്നതെല്ലാം കൊച്ചുള്ളി കേട്ടോ. കൊച്ചുള്ളി ഇങ്ങനെ കൃഷി ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലങ്ങളായി കാണുന്നത്. നാട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന പോലെ ഒമാനിലും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അവർ അതിന് വേണ്ടിയിട്ടുള്ള തൈകൾ, ഇതെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഇതുകൊണ്ട് ഇത് പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. നോക്കി, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് തൈയാണ്. ഒരുപാടുണ്ട്, അവർ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചൊരയ്ക്ക, വെള്ളരിക്കല്ലോ കേട്ടോ, ചൊരയ്ക്കയാണ്. ചൊരയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ചൊരയ്ക്ക, ഇവിടെ കുറച്ച് ചൊരയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഐറ്റംസൊക്കെ പരിചയപ്പെടാം കേട്ടോ. കുറേ സാധനങ്ങൾ അങ്ങോട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫാമിൽ നിന്ന് നമുക്ക് പപ്പായ, ഓമയ്ക്ക, നമ്മുടെ നാട്ടിൽ ഓമയ്ക്ക നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നു കേട്ടോ. നല്ല റെഡ് കളറിലുള്ള ഓമയ്ക്കാണ് കേട്ടോ. അടിപൊളി ഓമയ്ക്ക. അല്ല അസീസൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ഓമയ്ക്ക. അപ്പോൾ നമ്മളത് കഴിച്ചു കേട്ടോ. പോകുമ്പോൾ നമുക്കൊരു ഓമയ്ക്കൊക്കെ പിച്ചിക്കൊണ്ട് പോകാം. അതാണ്ട് ഇത് കണ്ടോ, നമ്മുടെ ഉള്ളി ഫാമിൽ ഉള്ളിയാണ് കേട്ടോ. അതാണ്ട് ഇത് കണ്ടോ, ഉള്ളി നമ്മുടെ ഫാമിൽ ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഇവർ ഇത് പറിച്ച് ഇവിടെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയെന്നുണ്ട് കേട്ടോ. നല്ല ഇതുണ്ട്, ഇവിടെ കുറേ കിടപ്പുണ്ട് ഉള്ളി. ഇത് പറിച്ചിട്ടേക്കുന്നതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മൊത്തം ഉള്ളി ഫാം കേട്ടോ. ഈ കാണുന്നത് മൊത്തം ഇങ്ങനെ ഇത്രയും ഭാഗത്ത് ഉള്ളിയാണ് നട്ടേക്കുന്നത്. പിന്നെ ഇവിടെ വഴുതനങ്ങയുണ്ട്. വഴുതനങ്ങയാണ് ഏറ്റവും കൂടുതലുള്ള ഫാം. ഇതാണ് ഏറ്റവും കൂടുതൽ വഴുതനങ്ങയാണ് കൃഷി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഓമയ്ക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓമയ്ക്കൊക്കെ പക്ഷേ സീസൺ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം. പിന്നെ കജൂറുണ്ട് കേട്ടോ. കുറച്ച് കജൂർ ഇവിടെ നിൽപ്പുണ്ട്. കജൂർ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വഴുതനങ്ങ ഫാമിൽ വന്ന സമയത്ത് ഇവിടെ ഒരു സാധനം കേട്ടോ, കജൂർ. ഇത് കണ്ടോ, അടിപൊളി കജൂർ കേട്ടോ. ഇത് പക്ഷേ ഇത് കഴിക്കാൻ പരുവായിട്ടില്ല. ഇത് നല്ല വലിപ്പമുള്ള ഇതുണ്ട്, നമ്മുടെ കൈയുടെ
കൈക്കകത്തിരിക്കുമ്പോൾ ഒരു ഖജൂറിൻ്റെ വലിപ്പം കൊണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ഖജൂറാണ് ഇത് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇത്. പക്ഷേ കഴിക്കത്തക്ക പരുവായിട്ടില്ല കേട്ടോ, ഇത് കഴിക്കാൻ പരുവായിട്ടില്ല. ഞാൻ ഒരെണ്ണം ഒന്ന് പിച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കടിച്ച് കാണിച്ച് കാണിക്കാം. മധുരമുണ്ട്, ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, അത് കുരുവൊക്കെ ഉണ്ടോ, പഴുത്തിട്ടില്ല. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വലിപ്പമുള്ള ഖജൂറാണ് കേട്ടോ, നല്ല സൂപ്പർ സാധനമാണ്. എവിടെ ആയിരുന്നു